ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് നടക്കാത്ത കാര്യങ്ങൾ പറയുന്നത് പൊളിറ്റീഷ്യനാണെന്നത് ഫാക്റ്റാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കേന്ദ്രത്തിനെ കുറ്റം പറയും. കേരളത്തില് കൊച്ചി എന്ന് പറയുന്ന വലിയൊരു ഹബ്ബ്, DJ പാർട്ടികൾ തുടങ്ങിയവയിലെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. ബീങ് എ പോലീസ് ഓഫീസർ ഞാൻ പറയാം, പൊളിറ്റീഷ്യനെ സേവിക്കുന്ന അവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അവർ കണ്ടിന്യൂ ചെയ്യേണ്ടത് പൊളിറ്റീഷ്യന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ നല്ലതല്ല എന്നാണോ പറയുന്നത്? രാഷ്ട്രീയത്തിന്റെ ഒരു ആവശ്യമായിട്ട് മാറുന്നതുകൊണ്ട് ആ സമയത്ത് മാത്രമാണ് ഇങ്ങനൊരു ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് പേര് വരും, ഇന്നലെ മറ്റൊരു പേരായിരിക്കും, നാളെ വേറൊരു ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു സ്ലോഗൻ വരും. നമ്മുടെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞൊരു സംഭവം തീർച്ചയായിട്ടും സാധാരണ മനുഷ്യരെല്ലാവരും കണ്ടതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പട്ടിയെ തല്ലുന്ന പോലെയാണ് ചെല്ലുന്നത്. പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് ഇവൻ ഇത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തിട്ട് വലിയ ബോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണമെന്ന്. ഓക്കെ, ലെറ്റ് തിങ്ക് ലൈക്ക് ഐ ആം പ്ലീസ് ബോദർ അബൌട്ട് ഇറ്റ്. ഇങ്ങോട്ടേക്കുള്ള ഗോൾഡിന്റെ സ്മഗിൾഡ് ഗോൾഡ് പിടിച്ചിരിക്കുന്നത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാംഗ്ലൂർ എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ട്, ചില പ്രത്യേക സ്പോട്ടുകളുണ്ട്. എന്തുകൊണ്ടാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാത്തത്? അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പൊളിറ്റിക്കൽ കൾച്ചർ അങ്ങനെയാണ്. സ്വന്തം വിദ്യ പറഞ്ഞിരുന്ന ആൾക്കാരെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന കേന്ദ്രമായിട്ടാണ് ഇത് മാറുന്നത്. സുഗതൻ എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയാ, ഒരു മാജിക്കൽ പവേഴ്സ് ഉള്ള ഒരാളല്ല, നോട്ട് എ സൂപ്പർ ഹ്യൂമൻ ബീയിങ്. അവന്റെ കയ്യിൽ അവന്റെ ആയുധങ്ങളില്ല, മുകളിലേക്ക് ഫയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. റിട്ടയർഡ് DYSP RK കൃഷ്ണകുമാറാണ് ഇന്ന് നമ്മളോടൊപ്പോൾ. നമസ്കാരം സാർ. നമസ്കാരം. ഇന്നിപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നതിൻ്റെ പേരിൽ ഇപ്പം പോലീസുകാരും അതേപോലെ തന്നെ ജനങ്ങളും എല്ലാം സഹകരിച്ചാണ് ഇപ്പോൾ ആ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 1000-ലധികം കേസുകൾ പിടിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ഓപ്പറേഷൻ തൂഫാൻ പറയാം? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പോലീസിന്റെ ഈ ഡ്രഗ് മാഫിയക്കെതിരായിട്ടുള്ള നടപടി എന്ന് പറയുന്ന സമയത്ത് മുമ്പ് നമുക്ക് കഞ്ചാവായിരുന്നു മെനേസ്. അത് കഴിഞ്ഞ് ഒരു സമയം കഴിഞ്ഞ സമയത്ത് നമുക്ക് വന്നത് ബ്രൗൺ ഷുഗർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂടുതൽ ലഭ്യത ചില സ്ഥലങ്ങളിലായിരുന്നു. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നടക്കാവ് വെള്ളയിൽ ബീച്ചിൽ അതതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ചില ഏരിയാസ് അതിൻ്റെ ചില പ്രധാന കേന്ദ്രങ്ങൾ ബ്രൗൺ ഷുഗറിൻ്റെ ചില കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് ഇത്രയും അത് സാമൂഹ്യ ജീവിതത്തിനെ ബാധിച്ചിരുന്നില്ല. അതെല്ലാം മാറി ബ്രൗൺ ഷുഗറിൽ നിന്ന് അത് മാറിക്കഴിഞ്ഞിട്ട് ലൂപ്പി ജെസിക്ക, TD ജെസിക്ക എന്ന് പറയുന്ന ആംബ്യൂൾസ് ഇഞ്ചക്ഷനിലേക്ക് കടന്നു. അത് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇതിൻ്റെതുള്ള മെനേസ് കൂടി. സമൂഹത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് വ്യക്തിയെ, കുടുംബജീവിതത്തിനെ, സാമൂഹ്യ ജീവിതത്തിനെ, ഓരോ ആൾക്കൊരു ജീവിതം ശരിക്കും ആസ്വദിച്ച് മരിക്കാൻ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് ലൈഫ് എൻജോയ് ജീവിക്കാനായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രാഷ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മുമ്പൊക്കെ ബ്രൗൺ ഷുഗർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാജുവൽ ആയിട്ടുള്ളൊരിതും അത് കൂടുതൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ക്രാഷാണ്. ഒരു ടാബ്ലറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്രാഷ് എന്നാണ് നമ്മുടെ ഡോക്ടർമാർ പറയാറ്. കാരണം അതോട് കൂടിയിട്ട് ആ പേഴ്സൺ പിന്നെ അഡിക്റ്റ് ആയിട്ട് അങ്ങ് മാറുകയാണ് ഒറ്റ ഡോസ് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ഡ്രഗ് മാഫിയ കൊണ്ട് സമൂഹത്തിൽ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം ഇതിന് ഒരു പരിഹാരം കാണേണ്ടത് അവരുടെ ഒരാവശ്യമായി. പക്ഷെ നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ആൾക്കാർ ഉണരുന്നത് ഈ പൊളിറ്റിക്കൽ ആവശ്യമായിട്ട് ഇത് മാറുമ്പോഴാണ്. രാഷ്ട്രീയത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് മാറുന്നതുകൊണ്ട് ആ സമയത്ത് മാത്രമാണ് ഇങ്ങനൊരു ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് പേര് വരും, ഇന്നലെ മറ്റൊരു പേരായിരിക്കും, നാളെ വേറൊരു ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു സ്ലോഗൻ വരും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കുറേ പിടിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇത് ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാണ്ടായി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയും നാൾ സബ്സൈഡ് ചെയ്ത് കിടക്കായിരുന്നില്ലേ? അതുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ നല്ലതല്ല എന്നാണോ പറയുന്നത്? അല്ല, നല്ലതാണ്. അല്ല, ഏത് ആക്ടാണെങ്കിൽ ഈവൻ ഏറ്റവും ചെറിയൊരു ആക്ടാണെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ നമ്മൾ കുറച്ച് കാണിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പറയുകയാണ്, ഇത് എൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, ഇതൊരു പെർമനന്റ് റിസൾട്ട് നമുക്ക് വേണ്ടേ? അവിടെയാണ് നമുക്ക് പ്രശ്നം. അവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നു, അത് അവസാനിച്ചു, അടുത്തൊരു ഓപ്പറേഷൻ വന്നു. അത് കഴിയുമ്പോൾ വീണ്ടും ഇതിങ്ങനെ വാസ്റ്റായിട്ട് ഇതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ഷുഡ് ഗോ ഓൺ. ഒരു എഫർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ എന്നും ഇത് സമൂഹത്തിനും നമുക്കെല്ലാം ഗുണപ്രദമായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻസ് എന്താ പറയുക നെസസിറ്റി ആയിട്ട് മാറുന്നുണ്ട്. ഇത് വളരെ എവിഡൻ്റ് ആണ്. ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ്. കാരണം ജസ്റ്റ് ലൈക്ക് എനി അതർ ഓപ്പറേഷൻ ദിസ് വിൽ ഓൾസോ സബ്സൈഡ് ആഫ്റ്റർ എ വൈൽ. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇതെല്ലാം ഇങ്ങനെ തീർന്നു എന്നുള്ളതുകൊണ്ടല്ല. അപ്പോൾ ഇതിനകത്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം സെൻസേഷൻ ആണല്ലോ. ഇപ്പോൾ നമ്മൾ മീഡിയ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, മീഡിയ വാണ്ട്സ് സെൻസേഷൻ,
മീഡിയ നമ്മുടെ റേറ്റിംഗ് കൂടുന്നു, ഈ കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഉദ്ദേശമുള്ള മീഡിയ ശുദ്ധിയുള്ളവരുണ്ട്, ഉദ്ദേശശുദ്ധി ഇല്ലാത്ത ആൾക്കാരുണ്ട്. നിർഭാഗ്യവശാൽ ഇതിനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വിട്ടുപോകും. ക്വാളിറ്റി ഉള്ള മീഡിയാസൊക്കെ ദേ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ് ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചുള്ള അങ്ങനെ തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു പൊളിറ്റീഷ്യൻ പോലീസ് നെക്സസ് എന്ന് പറഞ്ഞാൽ ആ നെക്സസ് നമുക്ക് വലിയൊരു ഹെഡേക്കായിട്ട് മാറിയിരിക്കുകയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട്, പോലീസിലൊരു സിസ്റ്റം ഉണ്ട്. പോലീസിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സിവിൽ സർവീസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം DGP ലോ ആൻഡ് ഓർഡർ ആവണമെന്നാണ്. അതുപോലെയുള്ള പോസ്റ്റുകളാണ്, അല്ലെങ്കിൽ മറ്റുള്ള പോസ്റ്റുകൾ. അപ്പം ഉദ്ദേശത്തിലുള്ള ആൾക്കാർ, ഋഷിരാജ് സിൻഹ സാറ്, മനോജ് ബെഹ്റ സാർ, കുറേ ആൾക്കാർ, അതുപോലത്തെ കുറേ ഓഫീസേഴ്സ് ഉണ്ട്. ഈ ഓഫീസേഴ്സിനെ മാത്രമേ നമ്മൾ അവരെയാണ് ടെററിസം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും, അതുപോലെ ഓപ്പറേഷൻ തൂഫാനാണെങ്കിലും, അതാണ് ഇതുപോലത്തെ സംഗതികൾ. കാരണം അവർക്ക് ദേ ഡോണ്ട് വാണ്ട് മോണിറ്ററി ബെനിഫിറ്റ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് ഇതിനകത്ത് ഉദ്ദേശശുദ്ധിയുള്ള ആൾക്കാരെ വളരെ റെയറായിട്ട് ഇതിനകത്ത് എൻ്റർടൈൻ ചെയ്യുള്ളൂ. അപ്പോൾ അംബീഷ്യസ് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗം ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് എന്താ പറയുക, റിവാർഡോ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതും അത് കൊടുക്കാം. പക്ഷെ അവരെല്ലാവരും ചെയ്യുന്നത് ശരിക്കും സിൻസിയറായിട്ടുള്ള ഓഫീസേഴ്സ്, ഡെഡിക്കേറ്റഡ് ഓഫീസേഴ്സ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസയ്ക്കോ പ്രസിദ്ധിക്കോ വേണ്ടിയല്ല. അവർ മോറൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതേസമയം മറ്റുള്ള ഈ പൊളിറ്റീഷ്യനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ ഇതിൻ്റെ എല്ലാം ഉപയോഗത്തിനെ, അതുപോലെ ഇതുകൊണ്ട് മയക്കുമരുന്നൊക്കെ കഴിച്ചിട്ട് മോശമാകുന്ന ആൾക്കാർ, അവരെ എല്ലാം ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പെർമനന്റ് സിസ്റ്റം ഉണ്ട് ഇവിടെ, പെർമനന്റ് സിസ്റ്റം. എന്തുകൊണ്ടാണ് ആ പെർമനന്റ് സിസ്റ്റം തകർക്കാൻ സാധിക്കാത്തത്? ആ പെർമനന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശശുദ്ധിയുള്ള ആൾക്കാർ ഗവൺമെന്റിലും, നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ കൾച്ചർ, അതുപോലെ പോലീസ് കൾച്ചർ എന്നും പറയാം. പൊളിറ്റിക്കൽ കൾച്ചർ തന്നെ പോലീസ് കൾച്ചർ, ഒരു കമ്മിറ്റഡ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നുള്ളത്, ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. അങ്ങനെ ഗ്രൂപ്പിനെ നമുക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാത്തത്? അങ്ങനെ കിട്ടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, അംബീഷൻ എന്ന് പറഞ്ഞില്ലേ, എല്ലാവർക്കും ഈ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണല്ലോ എല്ലാവരും. ഇപ്പം മഹാത്മാഗാന്ധി നല്ല ഒരു മനുഷ്യനായിരുന്നു, അഹിംസാ സിദ്ധാന്തമാണ്. എത്ര പേര് രാഷ്ട്രീയത്തിൽ മഹാത്മാഗാന്ധിയുടെ പ്രിൻസിപ്പിൾ നടന്നുണ്ട്, മദ്യപിക്കാൻ പാടില്ല അല്ലേ, നിറയെ ഇഷ്ടംപോലെ മദ്യഷാപ്പുകൾ വരുന്നു, ആൾക്കാർക്ക് മദ്യവും മയക്കുമരുന്ന് ഇഷ്ടംപോലെ സുലഭമായിട്ട് കിട്ടുന്നവർ വരുന്നു, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള എഫർട്ടുകൾ എടുക്കുന്നില്ല. അപ്പോൾ അതൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലത്തെ പേഴ്സൺസിൻ്റെ അവർ എന്തിന് നിലകൊള്ളുന്നു അത് അനുസരിച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ ഉണ്ടാക്കാൻ സാധിക്കണ്ടേ നമുക്ക്? ആ സിസ്റ്റത്തിനെ ഉണ്ടാക്കണ്ടേ? അതിനെ നമ്മൾ ഫെയിലിയർ ആവണം. അപ്പോൾ ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെയാണ് പൊളിറ്റീഷ്യൻ പ്രൊമോട്ട് ചെയ്യുന്നത്. പൊളിറ്റീഷ്യൻ, ഫ്യൂ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പൊളിറ്റിക്കൽ കൾച്ചർ അങ്ങനെയാണ്. നമുക്ക് ഡിനേ ചെയ്യാം, പക്ഷെ അത് അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ടെററിസം റിലേറ്റഡ് കേസുകൾ ഇവിടെ ഉണ്ടായി. ഈ കേസിലുണ്ടായി ടെററിസം ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോഴേ അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്തിട്ട് അതിനകത്ത് ഇൻ്റർവ്യൂൻ ചെയ്തിട്ട് ആക്ട് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഈ ഇവിടുത്തെ ടെററിസം നിന്ന് പോയത്. ഒരു സമയത്ത് ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ട് ഉള്ള ആരോപണങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. അതിലൊക്കെ വളരെ ഗൗരവമുള്ള സംഗതികളിലേക്ക് മാറി കഴിഞ്ഞു. അപ്പോൾ ഈ ഓപ്പറേഷൻ തുഫാൻ മാത്രമല്ല, നമ്മളിപ്പോൾ ഓപ്പറേഷൻ തുഫാൻ വരുമ്പോൾ ഈ ഒരു റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഗോൾഡ് സ്മഗ്ലിങ് ഇറ്റ് വാസ് ഗോയിങ് ഓൺ ഇൻ ഹ്യൂജ് ക്വാണ്ടിറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്ന ഞാൻ പീരീഡ് പറയുന്നില്ല, അതിനകത്ത് പൊളിറ്റിക്സ് വരും, അവിടെ പീരീഡ് പറയുന്നില്ല. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പോട്ട് ഇങ്ങോട്ടേക്കുള്ള സ്മഗിൾഡ് ഗോൾഡ് പിടിച്ചിരിക്കുന്നത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ കമ്പാരിസൺ വിത്ത് പ്രീവിയസ് ഇയേഴ്സ് ഗവൺമെൻറ്റ്സിൻ്റെ അവരുടെ കാലഘട്ടത്തിലുള്ള ഇതിനേക്കാൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സച്ച് എ ലാർജ് ക്വാണ്ടിറ്റി. ഇപ്പം 15 വർഷത്തിനിടയ്ക്ക് വന്നത് ലാർജ് ക്വാണ്ടിറ്റിയാണ്, ഭയങ്കര, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ്. അതിന് മുമ്പ് വന്നിരുന്ന ഇവിടെ ഇറ്റ് വാസ് എ ഫ്രീ ഫ്ലോ. അത് ചില പ്രത്യേക ഇൻഫ്ലുവൻസ് പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ മാംഗ്ലൂർ എയർപോർട്ട്, അതുപോലെ തന്നെ കരിപ്പൂർ എയർപോർട്ട്, അതുപോലെ ചില പ്രത്യേക സ്പോട്ടുകളുണ്ട്. ഈ സ്പോട്ടുകൾ ഇറ്റ് വാസ് എ ഫ്രീ ഫ്ലോ. ഓരോ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ഇപ്പോൾ നമ്മുടെ പോസ്റ്റിങ്സ് ആണെങ്കിൽ പല സ്ഥലത്താണെങ്കിൽ പോസ്റ്റിങ്സ്, ഒരു എമിഗ്രേഷൻ വിങ്ങിൽ ഒരാൾ നമുക്ക് പോസ്റ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ബി ഹാൻഡ് ആൻഡ് ഗ്ലവ് വിത്ത് ദ പൊളിറ്റീഷ്യൻ ആൻഡ് ദീസ് പീപ്പിൾ, സ്മഗ്ലിംഗ് പീപ്പിൾ ആൻഡ് ഓൾ ദാറ്റ്. അങ്ങനെയായിരുന്നു. ഇറ്റ് ഈസ് എ ഫാക്ട്. ഈ നമ്മൾ വസ്തുക്കൾക്കെതിരെ
അതിനെ മിസ്റെപ്രസെന്റ് ചെയ്യുക, എല്ലാം നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു പൊളിറ്റീഷ്യന്റെ ഒരു വേ ഓഫ് അപ്രോച്ച് എല്ലാ കാര്യത്തിനും. അല്ല, നമ്മുടെ കൺമുമ്പിൽ നടന്ന ഒരു തോന്നിയത്. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണല്ലോ നമ്മുടെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞൊരു സംഭവം. തീർച്ചയായിട്ടും സാധാരണ മനുഷ്യരെല്ലാവരും കണ്ടതാണ്, എല്ലാവരും കണ്ട വാട്ട് ഹാപ്പൻ ദെയർ എന്നുള്ളത്. അത് നമ്മൾ കണ്ടത്, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ കാണുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇതിനകത്തുണ്ടായിരുന്ന ആൾക്കാരെ അവർ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ശരിക്കും പറയണേ പട്ടിയെ തല്ലുന്ന പോലെയാണ് തല്ലുന്നത്. അതുപോലെയാണ് ആ വീറും വാശിയും അവരുടെ ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്യണം അവരുടെ ആക്റ്റിൽ. ഇത് അംഗീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? തെറ്റാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ എലിമെന്റ്സിനെതിരെ നടപടിയെടുക്കാനായിട്ടുള്ള വില്ലിങ്നെസ് അല്ല എല്ലാവരും കാണിക്കേണ്ടത്. പിന്നെ നമുക്ക് പ്രിൻസിപ്പിൾ പറയാനായിട്ട് എന്താ അവകാശം? അപ്പം നമ്മൾ ഈ തൂഫാനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ അടുത്ത തലമുറയെ ഏറ്റവും നശിപ്പിക്കുന്ന കുടുംബങ്ങളുടെ സൗകര്യം നഷ്ടപ്പെടുത്തുന്ന കുട്ടികൾക്ക് എന്താ വേണ്ടത്? കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുകയാണ്. തീർച്ചയായിട്ടും എന്താ ചെയ്യുന്ന? സ്കൂളുകളിലൊക്കെ ബനിയൻ മേടിച്ചു കൊടുക്കുന്നു, ഫുട്ബോൾ ഇഷ്ടംപോലെ മേടിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതൊരു ആഘോഷമായിട്ട് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകണം. അർജന്റീന, ബ്രസീൽ, അതുപോലെ ഇതുപോലുള്ള റൊണാൾഡോയുടെ ടീം, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അവരെ ഒരു ആഘോഷം മാത്രമാണ് അവിടെ നടക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് ഇതും ഒരു പീരിയോഡിക്കൽ ഒരു സംഗതിയാണ്. പീരിയോഡിക്കൽ എന്തോ കുട്ടികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമമായിട്ട് ഇത് എരിഞ്ഞടങ്ങാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ആവശ്യമുണ്ട്. അവിടെയാണ് നമ്മുടെ സ്കൂളുകളും കോളേജും ഇവിടെ തന്നെയുള്ള ഒരുപാട് പൈസ കോടികൾ മുടക്കി കഴിഞ്ഞിട്ട് പല സ്കൂളുകളിലും പല പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പല ജില്ലകളിലും ഒക്കെ സ്റ്റേഡിയങ്ങൾ, ട്രാക്കുകൾ, ഫുട്ബോൾ കോർട്ടുകൾ, ടർഫുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഒരു വർഷം തികയില്ല. അപ്പോഴത്തേക്ക് അത് മുഴുവൻ അതിൽ കൂടെ വണ്ടി കയറ്റി അവിടെ വേറെ പ്രോഗ്രാംസ് നടത്തി, അവിടെ രാഷ്ട്രീയ പ്രോഗ്രാംസ് നടത്തി, ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് അത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ സർവകലാശാലയാണ് നമ്മുടെ അടുത്ത തലമുറയാണ് ഇപ്പോൾ ഈ ഡ്രഗ് കൊണ്ട് ഏറ്റവും നശിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഭാവി തലമുറയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാം കൺസേൺ അതാണ്. നമുക്ക് എന്താ ഒരു മനുഷ്യന് വേണ്ടത്? ജീവിതത്തിൽ സന്തോഷമാണ്. എവറി ഇൻഡിവിജ്വൽസ് വാണ്ട്. പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ പറഞ്ഞ യുവാക്കള് അല്ലെങ്കിൽ കുട്ടികളൊക്കെയാണ് ഈ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയാണ് ചെറിയ എന്തിനെങ്കിലും ഒന്ന് തുടങ്ങി പിന്നെ അവരത് കണ്ടിന്യൂ ചെയ്താണ് പോകുന്നത്, ഡ്രഗ് ഉപയോഗിച്ചു പോകുന്നത്. ഇപ്പൊ തന്നെ ഇപ്പം ഈ തൂഫാന്റെ ഭാഗമായി, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇപ്പൊ കുറെ അധികം കേസുകൾ പിടിച്ചു എന്ന് നമ്മൾ കണ്ടു. അതെല്ലാം വളരെ ചെറിയ ചെറിയ കണ്ണികളാണ്, ഓരോരുത്തരെയായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു റൂട്ട് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അതെന്തുകൊണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല? അതിന് എന്തൊക്കെ കടമ്പകളുണ്ട് ഇനി? അല്ല, റൂട്ട് എന്ന് പറയുമ്പോൾ അപ്പോഴും നമ്മൾ ഈ പ്രധാനപ്പെട്ട സംഗതി അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിമാൻഡ് വരുമ്പോഴാണ് ഇതിന്റെ പുറകെ കുട്ടികൾ. ഡിമാൻഡ് ഇല്ലെങ്കിൽ ഇതിന്റെ പുറകെ പോകില്ല. അപ്പോൾ ഈ സാധന സപ്ലൈ എവിടുന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡിമാൻഡ് അത് നമുക്ക് മുറിക്കാനായിട്ട് സാധിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അത് മുറിയണമെന്ന് എങ്ങനെയാണ്? നമ്മുടെ ശരിക്ക് റിയാലിസ്റ്റിക് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യണം. അത് പറയുന്നത് സ്കൂളുകളും കോളേജുകളും അവിടെ എല്ലാം തന്നെ എന്തിനുദ്ദേശിച്ചിട്ടുള്ളതാണ്? കുട്ടികളുടെ ടാലൻറ്റുകൾ കണ്ടറിഞ്ഞു കഴിഞ്ഞിട്ട് അത് വളർത്താനായിട്ടുള്ള സ്ഥാപനങ്ങളാണത്. അതിനാണ് സർവകലാശാല എന്ന് പറയുന്നത്. ഇത് പ്രസംഗിക്കും എല്ലാവരും. സാംസ്കാരിക നായകന്മാർ പ്രസംഗിക്കും, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രസംഗിക്കും, എല്ലാ മേഖലയിലുള്ള പൊളിറ്റീഷ്യൻസ് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കും. ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് നടക്കാത്ത കാര്യങ്ങൾ പറയുന്നത് പൊളിറ്റീഷ്യനാണെന്നുള്ളൊരു ഫാക്റ്റാണ്. നമ്മുടെ പൊളിറ്റിക്കൽ കൾച്ചർ അതുപോലെ ആയിപ്പോയി. കാരണം വാട്ട് വി ലാക്ക് ഈസ് സിറ്റിസൺ. നമുക്ക് വി ഹാവ് ഗോട്ട് സോ മെനി ഡിമാൻഡ്സ്. എല്ലാത്തിനും ഡിമാൻഡാണ്, എന്ത് കാര്യത്തിനും ഡിമാൻഡ്, എല്ലാത്തിനും എതിർപ്പ്, ഇതുപോലത്തെ സംഗതികളുണ്ട്. പക്ഷെ നമുക്ക് വി ഡോണ്ട് ഹാവ് ഡ്യൂട്ടി. അപ്പോൾ ഡ്യൂട്ടി ബൗണ്ട് സിറ്റിസൻ്റെ അഭാവമാണ് ഇതെല്ലാം. അപ്പോൾ സ്കൂളുകളിൽ കുട്ടികളുടെ ഇന്നിപ്പോൾ അധ്യാപകന്മാർ ഇവരൊക്കെ ഒരുമിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കും. ഇവർക്കെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ അതിനെ ഡിസ്വൈഡ് ചെയ്യും. അവർക്കെതിരെ നടപടി ഉണ്ടാവും. ദേ വിൽ നോട്ട് ബി ടോളറേറ്റഡ്. അങ്ങനെയാണ്. ഇപ്പോൾ കോളേജിൽ പെൺകുട്ടികളൊക്കെ രാത്രി പോകുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളൊക്കെ രാത്രി 10:30 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ വരാൻ വേണ്ടിയിട്ട് അവർക്ക് ദേ ആർ ഫ്രീ. ഇവർക്കൊന്നും സ്വാതന്ത്ര്യം വേണമെന്നില്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യം ആവശ്യമാണ്. സ്വാതന്ത്ര്യം എല്ലാവരും ക്ലോസ് ടു ദെയർ ഹാർട്ട്. പക്ഷെ ഒരു കാര്യമല്ല, കുട്ടി ഒരു ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൂ ഈസ് ടു ടേക്ക് കെയർ? ആരെ അഫക്റ്റ് ചെയ്യുന്നത്? വീട്ടിൽ മാത്രം. തീർച്ചയായിട്ടും വീട്ടിലാണ് അഫക്റ്റ് ചെയ്യണേ. അത് ഏത് രാജ്യമാണെങ്കിലും അഫക്റ്റ് ചെയ്യുന്നത് വീടിനെയാണ്.
വീടിന്റെ തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള കേരളത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ NDPS കേസുകളുടെ എണ്ണം വളരെയധികം വലിയ തോതിൽ തന്നെ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലും പെടുന്നതെന്ന് വെച്ചാൽ കുട്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പെടുന്നത്. അതിന് വേണ്ടത് ആദ്യം ഈ പേരന്റ് ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കോളൂ, അച്ഛനമ്മമാര് കുട്ടികളെ, ഏറ്റവും ദാരിദ്ര്യം പിടിച്ച കുട്ടികൾ, വീട്ടിലെ കുട്ടികളാണ് ഈ ആർട്ടിലും സ്പോർട്സിലൊക്കെ ഏറ്റവും വലിയ നിലനിൽക്കുന്നത്. ഫുട്ബോൾ കളിക്കാരായിട്ട് വലിയ തലത്തിൽ പോകുന്നത് വലിയ വീടുകളിലെ കുട്ടികളല്ല, സൗകര്യങ്ങളുള്ള വീട്ടിലല്ല. അതുപോലെ പാട്ട്, ഡാൻസ്, ഇതിലെല്ലാം വലിയ തലത്തിലേക്ക് ഉയരുന്നത് മുഴുവൻ ഈ ബുദ്ധിമുട്ടുള്ള വീട്ടിലെ കുട്ടികളാണ്. അവരുടെ അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നത്? ഇവരെ ഈ കുട്ടികളെ കൂടെ കൊണ്ട് നടന്നിട്ട് ട്യൂഷൻ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും, അവിടെ മൃദംഗം പഠിപ്പിക്കാൻ വിടും, അല്ലെങ്കിൽ വയലിൻ പഠിപ്പിക്കാൻ വിടും, പാട്ടിന് വിടും, അല്ലെങ്കിൽ ഫുട്ബോളിന് വിടും. ഇവരുടെ കൂടെ നിന്ന് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ ഒരു റോളെന്ന് പറഞ്ഞെങ്കിൽ അധ്യാപക വിഭാഗത്തിൻ്റെ നമ്മൾ കാണുന്നില്ല. നമ്മൾ ഈ അധ്യാപകരായിട്ട് ചേർന്നുള്ളൊരു സംഗതി നമ്മൾ കാണുന്നില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ മോർണിംഗ് ടിൽ ഈവനിങ് അവരുടെ ഡ്യൂട്ടി ചെയ്ത് പോകണം. ഈ അക്കാഡമിക്സിൽ മാത്രമാണ് ചിന്ത. അപ്പോൾ അക്കാഡമിക്സിൽ മാത്രം തന്നെ ചിന്തയാകുന്ന സമയത്ത് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, അവന് ജീവിതം ഫ്ലറിഷ് ചെയ്യാനായിട്ടുള്ള അവസരമില്ല. അവിടെ അക്കാഡമിക്സിൽ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഡാൻസും ഇതെല്ലാം പഠിക്കുകയും ഇതെല്ലാം ചെയ്യുന്ന അച്ഛനമ്മമാർ നോക്കുന്ന കുട്ടികൾ ദേ വിൽ നോട്ട് കമ്മിറ്റ് സൂയിസൈഡ്. അവരെന്ത് ചെയ്യും? അവരുടെ പ്രോബ്ലംസ് അച്ഛനും അമ്മയും അറിയും. അതുപോലെ നല്ല ടീച്ചേഴ്സ്, നല്ല രീതിയിലുള്ള മാനേജ്മെൻറ്റുകൾ, ആ മാനേജ്മെൻറ്റുള്ള കുട്ടികളെ എല്ലാം ഓരോ കുട്ടികളുടെയും അവരുടെ പഠിത്തത്തിനെ മാത്രമല്ല അറിയാം. ഇന്ന് നമ്മളൊരു കാര്യം, പല ആത്മഹത്യകളിൽ നിന്ന് നടക്കുന്നത്, പല ഡ്രഗ്സിൻ്റെ ഇത് ഉണ്ടെങ്കിൽ തന്നെ നടക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. പല ആത്മഹത്യകൾ നടക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ ഒരു കൾച്ചറുണ്ട്, നമ്മളൊരു കുട്ടിക്ക് നല്ല A+ കിട്ടി കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ ഇത് വെച്ച് കഴിഞ്ഞിട്ട് അഭിനന്ദനങ്ങൾ, റാങ്ക് കിട്ടിയ അഭിനന്ദനങ്ങൾ. അപ്പോൾ പാവപ്പെട്ട കുട്ടികളുടെ അവർക്ക് അറിയില്ല അച്ഛനും അമ്മയും എങ്ങനെ ഐ ഷുഡ് ട്രീറ്റ് മൈ ചൈൽഡ് എന്ന് അറിയില്ല. അവർ പറയും, ദേ അച്ഛനും അമ്മയൊക്കെ ഇവിടെ കിടന്നിട്ട് കഷ്ടപ്പെടുകയല്ലേ, നീ ഇതുവല്ലതും കാണുന്നുണ്ടോ? അവരൊക്കെ പഠിച്ച എത്ര മാർക്ക്? എല്ലാവർക്കും 90, എല്ലാവർക്കും A+. ഇതാണ്. കുട്ടി പോയി ആത്മഹത്യ ചെയ്യും. കാരണം വീട്ടിലെ എല്ലാ കഷ്ടപ്പാടും സഹിച്ച്, വീട്ടിലെ എല്ലാ കാര്യത്തിനും, കടയിൽ പോകാനാണെന്നുണ്ടെങ്കിൽ, മറ്റു കാര്യത്തിനാണെങ്കിൽ, എന്താണ് ഫ്ലോർ മില്ലിൽ പോകാനാണെന്നുണ്ടെങ്കിൽ, എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും, കൂലിപ്പണിക്കാണെങ്കിലും എല്ലാത്തിനും സഹായിച്ചു കൊടുക്കുന്ന കുട്ടികളാണ് കൂടുതലും ഇതുപോലെ ആത്മഹത്യയിലേക്ക് പോകുന്നത്. പിന്നെ കുറച്ചുണ്ടെങ്കിൽ ഒരു നെഗ്ലക്റ്റഡ് ലോട്ടുണ്ട് കുട്ടികൾ. ഈ കുട്ടികളെ മിക്കവാറും എനിക്ക് തോന്നുന്ന ഡ്രഗ്സിലേക്ക് കൂടുതൽ പോണത് തന്നെ നമ്മൾ അവരെ അംഗീകരിച്ചു കൊടുക്കാണ്ടിരിക്കുമ്പോഴാണ്. നമ്മൾ വലിയ പ്രോഗ്രാംസ് നടക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ നോക്കിക്കൊള്ളു. കോളേജിലാണെങ്കിലും ഒരു വിഭാഗം കുട്ടികൾ പെർഫോം ചെയ്യും, ഇതിൽ പെർഫോം ഇൻഡസ്ട്രി. ഒരു വിഭാഗമുണ്ട്, അവരെപ്പോഴും തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു അർത്ഥമില്ലാണ്ട് ഡാൻസ് ചെയ്യും, അവിടെ ചെയ്യും, ബഹളം ഉണ്ടാക്കും, കൂവും, ഇതൊക്കെ ചെയ്യും. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കണില്ല. പൊളിറ്റീഷ്യന് വേണ്ടത് ഈ പെർഫോം ചെയ്യുന്ന ആൾക്കാരല്ല, ഈ മറ്റേ വിഭാഗത്തിനെയാണ്. അവരുടെ കയ്യിലേക്കാണ്. അവരെന്താ ചെയ്യുന്നത്? അവർക്ക് മദ്യം കൊടുക്കും. ഞാൻ എൻ്റെ ഇവിടെ അക്കോളജിൻ്റെ മുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഒരുമിച്ച് വന്ന്, കുട്ടികൾ ഒരുമിച്ച് നിന്ന് കഴിക്കുന്നത്. ഇതൊക്കെ അതിന് സംഘടനകളും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ വന്നിരുന്നു ഒരുമിച്ച് നിന്ന് കഴിക്കുക. ഇപ്പൊ പണ്ടത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ, പണ്ട് കഞ്ചാവായിരുന്നു ഏറ്റവും കൂടുതൽ ഇപ്പൊ ഉപയോഗിച്ചിരുന്നത്. അതും വലിയ തെറ്റ് തന്നെയാണ്, കഞ്ചാവായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്നത് MDMA, ഹാഷിഷ് ഓയിൽ പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സുകളിലേക്ക് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അത്രമാത്രം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നത്? ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്ന് അവൈലബിലിറ്റിയുടെ കാര്യമാണ്, അത് സംശയമൊന്നുമില്ല, അവൈലബിലിറ്റിയുടെ കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവൈലബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? നമുക്കറിയാം മ്യാൻമർ വഴിയാണ് കൂടുതലും, നമുക്കെല്ലാവരും മ്യാൻമർ വഴിയാണ് നമ്മുടെ നാട്ടിലേക്ക് വെളിയിൽ നിന്നുള്ള ഈ സിന്തറ്റിക് ഡ്രഗ്സും മറ്റു സംഗതികളും കൂടുതൽ വരുന്നത്. അതുപോലെ ആസാം, നോർത്ത് ഇന്ത്യൻ ആ ബോർഡർ ഏരിയാസിൽ നിന്നാണ് നമുക്ക് മറ്റ് സംഗതികൾ വരിക. അപ്പോൾ ബ്രൗൺ ഷുഗറും കഞ്ചാവ് ഭാഗത്ത് തമിഴ്നാട്ടിൽ നിന്ന്, മറ്റേ പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്, അത് നോർത്ത് ഈസ്റ്റേൺ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്താണെന്നറിയാമോ? ഇത് എന്തുകൊണ്ടാണ് അതിർത്തിയിൽ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നത്? ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്തത് ഇന്ന് വരെ ഇപ്പം ആദ്യമായിട്ടാണ്. കുറേ നാളുകളുടെ നെഗ്ലക്റ്റ് ആയിട്ടുള്ള സംഗതിയായിരുന്നു അതിർത്തി പോലും. നമ്മുടെ നാട്ടിൻ്റെ, ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യമാണ്.
ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഭൂപടം എത്ര രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലുണ്ട്? ഏറ്റവും ബഹുമാനിക്കുന്ന സ്ഥാനം കൊടുത്തു വെച്ചിട്ടുണ്ട്. വ്യക്തികളുണ്ട് അവിടെ, വ്യക്തികളുണ്ട്, പാർട്ടി ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, വ്യക്തികളുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഭൂപടം എത്ര സ്ഥാപനങ്ങളിൽ വെച്ചിട്ടുണ്ട്? നിർബന്ധമായിട്ട് എത്ര സ്കൂളുകളിൽ വെച്ചിട്ടുണ്ട്? നമ്മുടെ രാഷ്ട്രം ഇതാണ്, നമ്മുടെ രാഷ്ട്രത്തിന്റെ അതിർത്തികൾ ഇന്നതൊക്കെയാണ് എന്ന് ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വല്ല സംവിധാനം ഇവിടെ ഉണ്ടോ? ഇല്ല. അതിന്റെ ഫലമായിട്ട് എന്താ നടന്നിരുന്നത്? ബോർഡർ ഏരിയാസ് ഒന്നും എല്ലാം അൺഫെൻസ്ഡ് ആയിരുന്നു. പൊളിറ്റിക്സ് ഡ്യൂ ടു മിയർ പൊളിറ്റിക്സ്. ബംഗാളിൽ നമുക്കറിയാം, ബംഗാളിൽ കോടതി ഇലക്ഷൻ വരെ വന്നു. BSF അവിടെ ഇത് പൊളിറ്റിക്സ് കാരണം എന്ത് ചെയ്തു? ഇല്ല, ഇറ്റ് വാസ് കെപ്റ്റ് ഓപ്പൺ. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി. അതുപോലെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഭാരതം വീക്കാണെന്ന് കാണുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇവിടെയുള്ള 2 സ്ഥലത്തും മൈനോറിറ്റീസ് ഉണ്ട്. ഭാരതത്തിലെ മൈനോറിറ്റീസ് സേഫാണ്. അതേസമയം അവിടുത്തെ മൈനോറിറ്റീസിൻ്റെ അവസ്ഥ എന്ത് പറഞ്ഞു? ഭാരതം വീക്കാവുന്നതുകൊണ്ട് അവരുടെ മൈനോറിറ്റീസ് അട്രോസിറ്റീസ് അനുഭവിക്കേണ്ട ഗതിയിലേക്ക് പോവാണ്. ബംഗ്ലാദേശിലുള്ള റൈറ്റും കാര്യങ്ങൾക്ക് അതാണ്. നമ്മുടെ ബോർഡർ ഏരിയാസിൽ റൈറ്റ് കാര്യങ്ങൾ വരാനായിട്ടുള്ള കാരണം അതാണ്. അപ്പോൾ എന്താ? അപ്പോൾ ബോർഡർ ഏരിയാസ് അൺഫെൻസ്ഡ് ആയിട്ടുള്ള ഇത്, പൊളിറ്റീഷ്യൻസിന് അപ്പർ ഹാൻഡുള്ള ഇത്, റിലീജിയസ് ഗ്രൂപ്പ്സിന് അപ്പർ ഹാൻഡുള്ള സ്ഥലം, അതൊക്കെ നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം. നമ്മൾ ജെന്യുവിനായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് വരുന്ന മേഖലകൾ നമുക്കറിയാം. അതിന് എഫർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം പണ്ടത്തിനേക്കാൾ നാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അവർ ഒരുപാട് കേസുകൾ പിടിക്കുന്നുണ്ട്. ലാർജ് ക്വാണ്ടിറ്റിയാണ്. അതാണ് നമ്മൾ മുമ്പത്തെ കാലഘട്ടത്തിനേക്കാളും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റൽ ഏരിയാസിലുള്ള എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ ഇത് കോടിക്കണക്കിന് ടൺ കണക്കിന് സാധനങ്ങളാണ് നമ്മൾ പിടിക്കുന്നത്. സിന്തറ്റിക് ഇതുണ്ട് അതിനകത്ത്, എല്ലാ രീതിയിലുള്ള ഡ്രഗ്സ് നമ്മൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സോഴ്സ് നമ്മൾ പിടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കേരളത്തിലൊരു തൂഫാൻ്റെ ഇത് വേണ്ടി വന്ന കാരണം എന്താ? നമുക്കറിയാം ഇവിടെയൊക്കെ എല്ലാം അലിഗേഷനായിട്ട് ഇരുന്നിരുന്നു. ഇന്നും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന്. എന്തിനാ? ബംഗ്ലാദേശികൾക്ക് കാർഡുകൾ, ആധാർ കാർഡും അതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടുത്തെ പൗരന്മാരായിട്ടുള്ള അതെ ഫേക്ക് ആയിട്ടുള്ള കാർഡുകൾ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഇറ്റ് വാസ് ഗോയിങ് ഓൺ ഫോർ ക്വൈറ്റ് എ ലോങ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കേന്ദ്രത്തിനെ കുറ്റം പറയും. അല്ല, കുറ്റം പറയണം. കുറ്റം പറയേണ്ട കാര്യം കുറ്റം. ക്രിറ്റിസിസം ഷുഡ് ഓൾവേസ് ബി ദെയർ. കാരണം ക്രിറ്റിസിസം ഇല്ലെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ആവില്ല. ഒരു നല്ല റൂളിംഗ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ നല്ലൊരു ഓപ്പോസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. പക്ഷേ ഇറ്റ് ഷുഡ് ബി ഫാക്ച്വൽ അനാലിസിസ് ആയിരിക്കണം അതിനകത്ത്. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിലാണ്ട് ഒന്നും പിടിച്ചു പറയുന്നത്. അതുപോലെ നാഷണൽ കമ്മിറ്റ്മെൻറ്റും. അതാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇന്ത്യയുടെ അതിർത്തികൾ ഏതൊക്കെയാണ് ആർക്കറിയാം? ഒരു സ്റ്റുഡൻറ്റൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കറിയാം? മറ്റു രാജ്യങ്ങളായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എന്തായിരുന്നു ഇന്ത്യ? ആർക്കെങ്കിലും അറിയാമോ ചരിത്രം? മറ്റുള്ള രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അവർ ദേ വിൽ നെവർ കോംപ്രമൈസ്. ഇന്ത്യയിൽ തന്നെ ഇപ്പൊ കേരളത്തില് കൊച്ചി എന്ന് പറയുന്ന വലിയൊരു ഹബ്ബാണ്. ഇപ്പൊ കൊച്ചിയിൽ തന്നെ ഒരുപാട് കേസസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം അപ്പാർട്ട്മെന്റിലായാലും ഫ്ലാറ്റുകളിലായാലും ഇപ്പം പബ്ബ് പോലുള്ള DJ പാർട്ടികൾ തുടങ്ങിയവയിലെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. യെസ്, ഇവിടെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സിസ്റ്റം ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പോലീസിലായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയാം. നമ്മൾ ഒരു ഗവൺമെന്റ് വന്നു, അത് 5 വർഷം കഴിഞ്ഞ് അത് പോയി. അത് കഴിഞ്ഞ് വേറൊരു ഗവൺമെന്റ് വന്നു. അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരാണ് ഈ ക്രൈം വിങ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് മണൽ ലോബി ഉണ്ടെങ്കിൽ അവർക്കാണ് അറിയാൻ പറ്റുക. അതുപോലെ ഒരു സ്ഥലത്തൊരു ഡ്രഗ് മാഫിയ ഉണ്ടെങ്കിൽ അവർക്കാണ് അറിയാൻ പറ്റുക. അപ്പോൾ നമ്മളൊന്ന് ശരിക്കൊന്ന് ഫാക്ചറായിട്ട് അനാലിസിസ് നടത്തി കഴിഞ്ഞെങ്കിൽ ഇവർ ഭരണങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേ ആളുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കും. ഭരണം മാറുന്നുണ്ടെന്നേ ഉള്ളൂ, ആൾക്കാർ ഇവർ മാറുന്നില്ല. അത് എസ്പെഷ്യലി ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ സിവിൽ സർവൻസ് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം അവരിവിടെ വന്നു കഴിയുമ്പോഴേ അവരെ സ്വാധീനിച്ച് രാഷ്ട്രീയ പാർട്ടികളോട് അവരോടൊക്കെ അഫിനിറ്റി ഉള്ള ആൾക്കാർ അവരോട് ചേർന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഇതേ ക്രൂഷ്യലായിട്ടുള്ള സംഗതികൾ നമ്മൾ ലുക്രേറ്റീവ് പൊസിഷൻസ് എന്ന് പറയാം. നമുക്കിപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റ് ഒരു ലുക്രേറ്റീവ് പോസ്റ്റാണ്. ചുറ്റൂർ ബോർഡറിങ് ഏരിയസ് അത് ലുക്രേറ്റീവ് ആയിട്ടുള്ള ഇതാണ്. അതുപോലെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ തടി കള്ളത്തടി ഇതൊക്കെ വന്നിരുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ വന്ന് താമസിക്കുന്ന സ്ഥലം. ഇപ്പോൾ ആരുമില്ല അവിടെ, ബംഗാളികൾ ആരെയും കാണാനില്ല.
ഇപ്പോൾ ഈ സിറ്റിസൺഷിപ്പിൻ്റെ സ്ക്രൂട്ടണി വന്നു കഴിഞ്ഞ ഉടനെ എല്ലാവരും പോയി, ബംഗാളികളെ കിട്ടാനില്ല അവിടെ പണിക്ക്, കമ്പനികളിലോ ഹോട്ടലുകളിലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ സിസ്റ്റം മാറുന്നില്ല. ഞാൻ ബീങ് എ പോലീസ് ഓഫീസർ ഞാൻ പറയാം, ഇപ്പോഴും സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം ഐഡൻറ്റിറ്റി കാർഡ് മേടിച്ച് വെക്കണം. എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകളാണ്. പല സ്ഥലങ്ങളിലും ഈ ലോബികൾ, ലൈവായിട്ടുള്ള ലോബികൾ കൃത്യമായിട്ട് അവർക്ക് പൈസ കൊടുക്കും. അപ്പോൾ ദേ വിൽ നോട്ട് ഗെറ്റ് എക്സ്പോസ്ഡ് ആൻഡ് ദേ വിൽ നെവർ ബി കോട്ട്. ഒരിക്കലും പിടിക്കില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കേരള പോലീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇൻ്റലിജൻസും എല്ലാവരും കൂടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇന്നും ഐഡൻറ്റിറ്റി, ഞാൻ വ്യക്തികളെ ഇതിനെന്നല്ല പറയുന്നത്, സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഐ എം 70 now, മൈ സീറ്റ് 70, അതിലാണ് ഞാൻ. അപ്പോൾ നമുക്കൊന്നും ഇനിയിപ്പോൾ ഒന്നും ഇതിനകത്ത് എന്താ പറയുക, നമുക്കിതിൻ്റെ ചാരിതാർത്ഥ്യം മാത്രമാണ്. എന്നെ സംബന്ധിച്ചോളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ശൈലി ഇത് തന്നെയായിരുന്നു, മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അത് പറയുന്നതിന് നമുക്ക് വിരോധമില്ല. അപ്പോൾ ഇതിന് നമുക്ക് നടപടി എടുക്കാനായിട്ട് സാധിക്കുന്നത് ഈ സിസ്റ്റത്തിൽ നല്ലൊരു അഴിച്ചുപണി ആവശ്യമാണ്, പ്രത്യേകിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ. കാരണം അവർ പൊളിറ്റീഷ്യനെ സേവിക്കുന്ന, അവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് അവർ കണ്ടിന്യൂ ചെയ്യേണ്ടത് പൊളിറ്റീഷ്യൻ്റെ ആവശ്യമാണ്. ഇപ്പം എന്താണെങ്കിലും കേരളത്തിൽ ഇനി മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഭരണതലത്തിലാണെങ്കിലും അഴിച്ചുപണികൾ വേണ്ടിയിരിക്കുന്നു. ക്യാരക്ടർ വേണം, പ്രൊഫഷണലിസം വരുത്തണം. ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരത്ത് ED ആക്രമിച്ച സംഭവമുണ്ട്. നോക്കൂ, ഇപ്പോൾ ഞാനൊക്കെ കണ്ണൂർ ജില്ലയിൽ വർക്ക് ചെയ്തതാണ്, ഏറ്റവും സംഘർഷമായിട്ടുള്ള സ്ഥലത്ത് വർക്ക് ചെയ്തതാണ്. ഞാൻ നടക്കാവിൽ വലിയ സ്റ്റേഷൻ മാർച്ചുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പേരാമ്പ്ര ആയിരുന്ന സമയത്ത് പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് ഇവൻ ഇത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തിട്ട് വലിയ ബോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണമെന്ന്. ഓക്കെ, ലെറ്റ് them think like that. ഐ എം ലീസ്റ്റ് ബോദർ അബൌട്ട് ഇറ്റ്. അപ്പോൾ അവിടെ ഒരു നമുക്ക് കിട്ടിയ ഒരു ഇൻസിഡൻസിൽ ഒരു പ്രത്യേക സംഘടനയിൽപ്പെട്ട ആൾക്കാരെ അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് വീട് വളഞ്ഞിരിക്കുകയാണ്, ആയുധങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഓൾറെഡി ഓഫീസേഴ്സ് അവിടെ ഉണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മെയിൽ ദിവസം SP വിളിച്ചിട്ട് പക്ഷേ പറഞ്ഞാൽ അവിടെ ദേ കനോട്ട് ഹാൻഡിൽ ദ ഇഷ്യൂ, സോ യു പ്ലീസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു പ്ലറ്റൂൺ വേണം, ഐ വാണ്ട് എ പ്ലറ്റൂൺ. ഞാൻ പ്ലറ്റൂണിനെ ബ്രീഫ് ചെയ്തു. നമ്മൾ പോണത് ഒരാളെ കൊല്ലാനായിട്ട്, അവൻ്റെ പാർട്ടിയൊന്നും നമുക്ക് പ്രശ്നമില്ല, കൊല്ലാനായിട്ട് വീട് വളഞ്ഞിരുന്നത്. നമ്മളവിടെ ചെന്നിട്ട് അവരാരും സമാധാനത്തിനൊന്നുമല്ല കൊല്ലാനോ വന്നത്, മനസ്സിലായി? നമ്മുടെ ഒറ്റ പണി, ആർഗ്യുമെൻറ്റ്സ് ഇല്ല, ഒന്നുമില്ല. അവർക്ക് ആർഗ്യൂ ചെയ്യാനായിട്ടുള്ള സമയം കൊടുക്കില്ല. വി വിൽ ജസ്റ്റ് ടേക്ക് ദം ഇൻ ടു കസ്റ്റഡി. മനസ്സിലായില്ലേ? അവിടെ ഇപ്പോൾ ഈ സുഗതനെ പിടിച്ചു. സുഗതൻ ഒരാളാണ്. അപ്പം ഈ ചാർജുള്ള ഓഫീസർ പറയാതിരിക്കട്ടെ, നമ്മളവിടെ പോയി ആൾക്കാരായിട്ട് ഒന്നും ചെയ്യില്ല. മനസ്സിലായില്ലേ? സുഗതൻ എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക, ഒരു മാജിക്കൽ പവേഴ്സ് ഉള്ള ഒരാളല്ല, നോട്ട് എ സൂപ്പർ ഹ്യൂമൻ ബീയിങ് അല്ല അവൻ. അവൻ്റെ കയ്യിൽ അവൻ്റെ ആയുധങ്ങളില്ല, ബെയർ ഹാൻഡാണ്. അവൻ ചെയ്യുന്നത് കാപ്പ കേസിൽ ഇതിലൊക്കെ പെട്ടുപോയി, പല കാരണങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൊണ്ടാണ് പല കേസുകളിലേക്കുള്ള കേസ് കൊടുത്ത്. നമുക്കറിയാം പല സ്ഥലങ്ങളിലും. ഇപ്പോൾ കണ്ണൂരിൽ കോൺഗ്രസ്സുകാർ പറയും കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളെ കള്ളക്കേസിൽ കൊടുത്തു, ഞങ്ങളുടെ പേരിൽ കാപ്പ കൊന്നു എന്ന് പറയും. വേറൊരു പാർട്ടി വേറൊരു സ്ഥലത്ത് ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ, ഭരണത്തിലുള്ള ആൾക്കാർ, അവർ നേരെ മറിച്ച് പറയും, ഇങ്ങനെ പറയും. അപ്പം ഒരാളെ ഇത് ചെയ്യുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥൻ എന്താ ചെയ്യേണ്ടത്? ഇത് ഒഴിവാക്കാം. മുകളിലേക്ക് ഫയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം എന്താ, പോലീസ് ഈസ് സ്പെഷ്യലി ട്രെയിൻ ടു ഹാൻഡിൽ ക്രിമിനൽസ്. ഒരു വർഷത്തെ ട്രെയിനിങ് ആണ് പോലീസിന് കൊടുക്കേണ്ടത്. ഫ്രൈഡേ പരേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ വിടുന്ന സ്ഥലത്ത് അവരെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ പറയാതിരിക്കട്ടെ, നമ്മളവിടെ സംസാരിക്കാൻ പോകണമല്ലോ. നമ്മൾ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ഒരാൾ, പ്രത്യേകിച്ച് നമ്മൾക്ക് വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആളെ പിടിച്ചുകൊണ്ട് വരാമാണ്. അവിടെ സംസാരമൊന്നുമില്ല. നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ ജസ്റ്റ് നാബിങ്. അവിടെ സംസാരിക്കാൻ ആർഗ്യുമെൻസിനൊന്നല്ല പോണത്, പൊളിറ്റീഷ്യൻ ഒന്നും നോക്കണ്ടായില്ല. അപ്പം നല്ലൊരു ഗ്രൂപ്പ് ദേ ഷുഡ് ഗോ പിക്ക് ഹിം അപ്പ്. ഇറ്റ് ഈസ് എൻ ഈസി തിങ്, വളരെ ഈസി സംഗതിയാണത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മുടെ എന്താ ഇവിടെ നടന്നത്, നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈ ED ഈ സമയത്ത് അവിടെയൊക്കെയാണ് അവിടെ ഈ പൊളിറ്റീഷ്യൻ്റെ ക്രൂക്കഡ്നെസ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ലീഡർഷിപ്പിൻ്റെ ക്രൂക്കഡ്നെസ്. എന്താ ചെയ്തത്? ED വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ED അവർക്ക് അറിയാൻ പാടില്ല. അവർ ചീഫ് മിനിസ്റ്റർ, ഫോമർ ചീഫ് മിനിസ്റ്റർ വെരി വെൽ നോസ് ദാറ്റ് he has come to question, they have come to
ക്വസ്റ്റ്യൻ വീണ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വന്നേക്കണത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെ ഇ ഡി ഇവിടെ വന്നു. ഇ ഡി ഇവിടെ ഹി മൈറ്റ് ഹാവ് ഗിവൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ടു ഹിസ് പീപ്പിൾ. അയാൾക്ക് നല്ല ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അവരൊക്കെ പറയണം ഇങ്ങനെ വീണെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, നോ പ്രോബ്ലം, ഇത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എസ്പെഷ്യലി ഒരു ഫോമർ ചീഫ് മിനിസ്റ്റർ ആയി കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഓപ്പോസിഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിസ്സാര സംഗതിയല്ല. വന്നിരിക്കുന്ന ഇ ഡി ആവട്ടെ CBI ആയിക്കോട്ടെ, ഇവിടുത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇനിയിപ്പോൾ വെളിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? വിൽ പീപ്പിൾ കോപ്പറേറ്റ്? നോ. ഇങ്ങനെ പക്ഷേ ചെയ്യില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവർ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ കാണിക്കാൻ പാടില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അവരൊരു ടീം വന്നു. ഒരു എന്താ പറയുക, അവരൊരു തന്ത്രമാണ്. അവർ വന്നു കഴിഞ്ഞിട്ട് അവിടെ എല്ലാവരും ഇരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്കൊന്നും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ എന്നുള്ള ഓരോ സ്ഥലത്ത് നിന്ന് ഇൻഫർമേഷൻ ഇങ്ങനെ പാസ് ചെയ്തു. അങ്ങനെ വേണ്ടിട്ട് ഒരു നല്ലൊരു ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇത് വേറൊന്നല്ല, പാർട്ടി പ്രൊമോഷന് വേണ്ടിയിട്ടും അണികളിൽ ഒരു വീര്യം നിറയ്ക്കാൻ വേണ്ടിയിട്ടും തിരിച്ച് വീണ്ടും ഭരണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ, ഒരു തന്ത്രമാണ്. എന്ത് ചെയ്തു? അവർ നേരെ വന്നിട്ട് അവർ വേറൊരു ടീമിനെ അറേഞ്ച് ചെയ്യണം, മിലിറ്റന്റ് ഗ്രൂപ്പിനെ അറേഞ്ച് ചെയ്തു. നമ്മൾ വളരെ എവിഡൻ്റ് അല്ലേ, ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് വരുവാണ്. അപ്പോൾ ആ സമയത്തൊക്കെ പോലീസ് കുറവാണ്. ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞിട്ട് ശരിക്കും ഇടിച്ച് കയറാൻ നോക്കി, അപ്പോഴൊന്നും നടന്നില്ല. അതിനുശേഷം ഇ ഡിയുടെ ആൾക്കാർ പോലീസ് പെർമിഷനോട് കൂടിയിട്ട് അതിൽ കൂടെ വണ്ടിയിൽ കയറി വന്നു കഴിഞ്ഞിട്ട് ഈ സ്റ്റേറ്റ് ലീഡേഴ്സ് ഉള്ള സമയത്ത് ദേവർ നോട്ട്, മനസ്സിലായില്ലേ, ഒന്നും ചെയ്തില്ല. സ്റ്റേറ്റ് ലീഡേഴ്സിൻ്റെ സ്ഥലം കഴിഞ്ഞ് പോയി കുറച്ചൊരു സ്പോട്ടിൽ അവർ നേരത്തെ പ്രീമെഡിറ്റേറ്റ് ചെയ്ത ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ സമയത്ത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്തു. ആ സമയത്ത് ഇവർക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ദേവർ കൊല്യൂഡിങ് വിത്ത് ദി ക്രിമിനൽസ്. നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒന്നും ചെയ്യാണ്ട് നിർവഹിക്കുക ഇറ്റ് ഈസ് സം സോർട്ട് ഓഫ് കൊല്യൂഷൻ ആണല്ലോ, ക്രിമിനൽസായിട്ട് കൊല്യൂഡ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ദർ. അപ്പോൾ അവിടുത്തെ അത് കഴിഞ്ഞിട്ട് അവിടെ ഉദ്യോഗസ്ഥൻ പറയുകയാണ് അവിടെ ആക്ട് ചെയ്തില്ല, ഇത് കണ്ടുപിടിക്കുക, അതെന്താ ചെയ്യുക? അപ്പോൾ അതിനകത്ത് നടപടിയൊന്നും ഉണ്ടാകുമ്പോൾ ഇല്ല. അപ്പോൾ ഇതല്ല വേണ്ടത്. അപ്പോൾ പ്രൊഫഷണലിസം നമുക്ക് ആവശ്യമാണ്. ഒരു മേലുദ്യോഗസ്ഥൻ ഇതുപോലത്തെ സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയണം യുവർ ഡ്യൂട്ടി ഈസ് ടു പ്രൊട്ടക്ട് ഡി. അല്ലെങ്കിൽ അവർ ഇ ഡിയിലൊക്കെ പറയാമായിരുന്നു ഇവരൊന്ന് പൊക്കോട്ടെ, ദർ ആഫ്റ്റർ യു ക്യാൻ പ്രൊസീഡ്. രണ്ട് ഓപ്ഷൻ. ഇ ഡി ഇവർ തന്നെ കൊണ്ടുപോയി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട്. ദേ വർ അണ്ടർ ദ ഇംപ്രഷൻ ദാറ്റ് കേരള പോലീസ് വിൽ ഗിവ് പ്രോപ്പർ കവർ സെക്യൂരിറ്റി എന്നുള്ളതാണ്. ദേ ഡിഡ്ന്റ് ഗിവ്. അവർ കൊടുത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ടോ നേതാക്കന്മാർ അതാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. നേതാക്കന്മാരെ പ്രധാനപ്പെട്ട സെക്ഷൻ ഇട്ടിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് അവരാണ് ചെയ്തേ എന്ന് പറയും. ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഇത് ചെയ്തു, യു ആർ നോട്ട് ദെയർ, പീപ്പിൾ ഗോട്ട് പ്രൊവോക്ഡ് ഔട്ട് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഒരു അറ്റാക്ക് ചെയ്താണ് പിണറായി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടാന്നുള്ള ധാരണയിൽ. അങ്ങനെയാണല്ലോ ഇതെല്ലാം മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പൊളിറ്റിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. തീർച്ചയായും. ഇത് ഇന്ന് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത തലമുറയുടെ ഇത് വേണമെങ്കിൽ ദർ ഷുഡ് ബി ഒരു തൂഫാനല്ല നമുക്ക് വേണ്ടത്. ദർ ഷുഡ് ബി എ സസ്റ്റൈൻഡ് എഫേർട്ട്. അത് മാത്രമല്ല അമ്മമാരായിട്ട് കാണണം, ടീച്ചേഴ്സായിട്ട് കാണണം. അതുപോലെ ഈ ഇതിനകത്ത് ക്യാമ്പസ് പൊളിറ്റിക്സ്, ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമ്പസ് പൊളിറ്റിക്സ് കുട്ടികളുടെ ടാലൻറ്റ് വർദ്ധിപ്പിക്കാനും കുട്ടികൾക്ക് സൗകര്യങ്ങൾ കിട്ടാനും അവരുടെ സെൽഫ് പ്രൊമോഷൻ വേണ്ടിയിട്ട്, അതുപോലെ പേരൻസിനെ കുട്ടികളെ വളർത്തി വലുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഒരു ചുമതലയില്ലേ, അച്ഛനമ്മമാരുടെ യാതൊരു ചുമതല. ഇവരെല്ലാം പറയുന്നതാണല്ലോ, മുതിർന്ന ആൾക്കാരെ നമ്മൾ നോക്കണം, പാലിയേറ്റീവ് കെയർ അവരുണ്ടാക്കാൻ നോക്കണം. ഇതോടെ നിന്ന് പ്രസംഗിക്കുന്നതാണ് വൃദ്ധന്മാരെ, വയസ്സാൾക്കാരെ. നമ്മുടെ മുഖ്യമന്ത്രിയെല്ലാം പറഞ്ഞില്ലേ വൃദ്ധന്മാരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുള്ളത്, എല്ലാം പറഞ്ഞു. എന്താണ് ഇൻ പ്രാക്ടീസ്? അടുത്ത തലമുറയെ അവർക്ക് നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് നമ്മൾ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇവർ തമ്മിലടിക്കുന്ന KC ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടി, ഇവർ കോളേജിൽ നിന്ന് പഠിച്ചിട്ടാണ് മുകളിലേക്ക് പോണത് അല്ലേ? അവിടെ അക്രമം പഠിപ്പിക്കേണ്ട കേന്ദ്രങ്ങളാണോ? അല്ല. സ്വന്തം വിദ്യ പറഞ്ഞു തരുന്ന ആൾക്കാരെ ആക്രമിക്കാൻ പഠിപ്പിക്കേണ്ട കേന്ദ്രമായിട്ടാണ് ഇത് മാറേണ്ടത്. അല്ല. അങ്ങനെ ലീഗൽ ഇഷ്യൂസിന് ദേ ഹാവ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട് ലീഗലി. ഫിസിക്കൽ ഇതല്ല, ലീഗലി മുന്നോട്ടേക്ക് പോകണം. അതിനാണ് തീർച്ചയായും ഇനിയും കൂടുതൽ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് വരട്ടെ. അതുപോലെ തന്നെ കേരളത്തെ എന്നല്ല രാജ്യത്തെ നമുക്ക് വേണ്ടത് ഒരു സസ്റ്റൈൻഡ് എഫേർട്ടാണ്, ഉദ്ദേശശുദ്ധിയാണ് വാട്ട് വി ലാക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സിസ്റ്റം ലാക്സ് ക്യാരക്ടർ ആൻഡ് പ്രൊഫഷണലിസം, സിസ്റ്റം, കമ്മിറ്റ്മെന്റ്. നമുക്കെല്ലാം ഓപ്പർച്യൂണിറ്റീസും വെസ്റ്റഡ് ഇൻട്രസ്റ്റുമാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി പറയാൻ എളുപ്പമാണ്, പക്ഷെ ഞാൻ ആസ് എ മാൻ ഹു ഹാസ് ബീൻ പ്രാക്ടീസിങ് ഇറ്റ്,
കൂടുതൽ എനിക്ക് പറയാൻ യാതൊരു ബുദ്ധിമുട്ടില്ല, വിഷമമില്ല. കൂടുതൽ എഫേർട്ട് എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാവട്ടെ. കൂടുതൽ നമ്മൾ കേരളത്തെയും രാജ്യത്തെയും എല്ലാം രക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ പുതിയ തലമുറയുടെ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കട്ടെ. അതുപോലെ അച്ഛനമ്മമാരുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ മാറിയിട്ട് നല്ലൊരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവട്ടെ. നന്ദി.